പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരാ ഈ പഞ്ചായത്തിന് മെമ്പർമാർ ഇത്ര പോലെ പോലീസ് നിൽക്കണത് നാട്ടുകാരതിന്റെ അകത്തേറ്റാണ്. ഞങ്ങൾ ഈ നാട്ടുകാരുണ്ടേ. പോലീസിന് രണ്ടു തരം സ്വഭാവം. വേറെ ആൾക്കാർ പറയുമ്പോ എസ്-കാരൊന്നും കടത്തില്ല, മറ്റുള്ള ആൾക്കാരൊന്നും അവിടെ. ഞങ്ങൾ നാട്ടുകാരല്ലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന പഞ്ചായത്തിൽ ആരാരും കിടക്കണ്ട. അവിടെ സെക്രട്ടറി പ്രസിഡന്റാക്കി വന്നോളും. പഞ്ചായത്ത് അറിയുമ്പോ തന്നെ ആൾക്കാർ പ്രസിഡന്റ് KPMS സാറിനുള്ള എന്നിട്ട് അദ്ദേഹം വന്നില്ല. അതെന്താ തെറ്റത്തിനായാലും ഇങ്ങനെ ഇവിടെ വന്ന് നടക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കാരെ കയറ്റില്ല. ഈ പഞ്ചായത്തിൽ ഉപയോഗിച്ച ആൾക്കാർ ഇതിനു മുന്നേ ഉപയോഗിച്ചപ്പോൾ ആരും കയറ്റുണ്ടായില്ല. പാർട്ടി കയറ്റി കൊടുത്തിട്ടാ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഉപരോധം എല്ലാവരും ഇത് ഒരു അക്രഡിറ്റ് ഏജൻസിയാണ്. സർക്കാർ സംഭവമാണ്. കോൺട്രാക്ടർ ആദ്യം അഡ്വാൻസായിട്ട് പൈസ കുറയില്ല. അതുകൊണ്ട് പണി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് ഇതിനു വേണ്ടി പ്രത്യേകം ഉള്ള ഒരു ഏജൻസിയാണ്. സർക്കാർ അംഗീകൃത ഏജൻസി ആയതുകൊണ്ട് അവർക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിരിക്കാൻ അവസാന ഘട്ടത്തിലാണ് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞു ഇതിനകത്ത് കാലാവധി അനന്തമായി നീട്ടിക്കൊണ്ടാവുന്ന ഒരു ഓപ്ഷൻ ഈ ബില്ല് കൊടുക്കുന്നതിന് നിങ്ങൾ ഈ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? ആ വിവരാവകാശം ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സെക്രട്ടറിയോട് രണ്ട് ദിവസമായ പ്രശ്നമുള്ളത് നിങ്ങളതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ തെറിയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ നിങ്ങൾ ഇടപെടുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ പഞ്ചായത്തിൽ സംസാരിക്കും. ഞങ്ങൾ പഞ്ചായത്തിൽ സമയം അതായത് ഞങ്ങൾ നടത്തിയ കാര്യത്തിൽ തീരുമാനമില്ലാതെ ഞങ്ങൾ പോയി ഞങ്ങൾ പട്ടിക്ക് തുല്യതാണ്. അത് മനസ്സിലാക്കുക. ഞങ്ങളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടക്കം ചെയ്യാനായിട്ട് 10,000 ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല.
ഞങ്ങൾ സാറ് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്ര നേരം പ്രശ്നം കാര്യങ്ങൾ. പക്ഷെ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച ആൾ ഉത്തരവാദിത്തപ്പെട്ടത് വേണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ആളിനെ ഞങ്ങൾ ആരോട് സംസാരിക്കും? ഈ കടക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിർമ്മാണം തുടങ്ങിയത് നമ്മൾക്കൊരു സ്റ്റാറ്റസ് തുടങ്ങിയിട്ട് 2-3 കൊല്ലം മതി. നമ്മുടെ ഇപ്പൊ സുനാഗത്തുള്ള ഇന്ത്യയുടെ സ്റ്റാറ്റസ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ കമ്മിറ്റി ഇടവഴി പോണ ആളാ ഞങ്ങളുടെ വാർഡ് മെമ്പർ SC ആണ്. അവര് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്. ഞങ്ങളുടെ സമുദായത്തിൽ അംഗമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളെ വൈകിച്ചത്. ഞങ്ങൾ സഹകരിച്ചു ഞങ്ങൾ ഇവിടെ പോവില്ല കേട്ടോ, ഞങ്ങൾ വിട്ടിട്ടുള്ളൂ. ഞങ്ങൾ സെക്രട്ടറി ഇല്ല, ഇൻചാർജ് ഇല്ല, ഉത്തരവാദിത്തപ്പെട്ട ആരുടെ പഞ്ചായത്ത് വന്നു കാണുന്നില്ല. നോട്ടീസ് കൊടുത്താൽ വേണ്ടേ? അവര് മനഃപൂർവ്വം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാ. ഞങ്ങൾ ഈ പറഞ്ഞ പട്ടികക്കാരുണ്ട് സാറേ, രാഷ്ട്രീയക്കാരെ കൊണ്ട് തല്ലുകൊള്ളാനും അത്ര നടക്കുന്നത്. ആ ടൈം ഞങ്ങൾക്കുണ്ട്. തല്ലുകൊള്ളുണ്ടോ കൊള്ളും. ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയല്ലേ? വിക്ടോറിയ പാർക്കട പഞ്ചായത്തിലെ സമസ്ത ജനങ്ങൾക്കുമുള്ള സമീപ പ്രദേശം ഇപ്പൊ ഞങ്ങൾ ഭരിക്കുന്നത് സാഹചര്യം. ഒരാളും കഴിക്കുന്ന ആ ചടങ്ങ് പൂജ കാര്യങ്ങൾ ഈ ശ്മശാനത്തിലെ ഒന്നി അടുത്തുള്ള പഞ്ചായത്തിലെ വിക്ടോറിയക്കാരുടെ ആ ടൈമിങ് നോക്കിയാണ് ഇവിടെ സെറ്റിൽമെന്റ് ചെയ്യണം. അതായത് പൂജ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബന്ധുമിത്രാദി വരുന്നതോ സുഹൃത്തുക്കൾ കാണാൻ വരുന്നതിൻ്റെ സമയം ക്രമീകരിക്കുന്നത് ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചാണ്. അത് ഒന്നി ഫാസ്റ്റ് ആവണമെന്ന് ഡിലേ വരണം. ആ സാഹചര്യമാണ് ഇത്. പട്ടികജാതിക്കാർക്ക് മാത്രമല്ല, കോമൺ ആയിട്ട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഉപകരിക്കുന്ന സാധനമാണ്. അപ്പം ഞങ്ങൾ സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് സാഹചര്യത്തിന് സന്ദർഭം അത്രയും തീവ്രമാണ്. അതായത് ഒരു മരണം നടന്നാൽ ഒന്നി ഫാസ്റ്റ് ടൈമിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഡിലേ വരണം. അടുത്ത ബോഡി എത്തണേക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ടൈപ്പിന് ഇവിടുന്ന് പഞ്ചായത്തിന് എഴുതി കിട്ടുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിനുള്ളിൽ ആ കമ്മിറ്റിയുടെ അടുത്ത ഓടിക്കൊണ്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾക്ക് നിയമപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇത്ര ഡിലേ വരാൻ പിന്നെ അവകാശം എന്ന് പറയുന്നത് അത് ഇപ്പൊ ഇവിടെ കൂടിയവർക്ക് തന്നെ അവകാശം അവകാശം എന്ന് പറയുന്നത് 1950 നവംബർ 26 ഇന്ത്യ ഒരു സോവറിൻ ആയതിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല. 48 ഭരണഘടന കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ആ കമ്മീഷൻ രൂപീകരിച്ചു വന്നതല്ല. ഇത് ഓനക്കരാറിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾക്ക് മറ്റ് പ്രാതിനിധ്യം കിട്ടുന്നതിന് ഒരു സ്വന്തം രാഷ്ട്രവാദം ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി അടിസ്ഥാനത്തില് പൂനക്കരന്റെ അടിസ്ഥാനത്തില് 1950 ഭരണഘടന അതിന് അവകാശം എന്ന് പറയുന്നത് ഒരു സ്വന്തം രാഷ്ട്രവാദത്തിന് എതിരെ അത് തടയാൻ വേണ്ടി. അപ്പൊ അത് ഇനി അത് ഡിലേ ഈ അവകാശം എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് അറിയണ്ടേ? അപ്പൊ അത് സൗജന്യമായിട്ട് കിട്ടുന്നല്ല. ഒരു സ്വന്തം പട്ടികജാതിക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സ്വന്തം രാഷ്ട്രം കിട്ടുന്നതിന് വേണ്ടി അതിന് വാദിച്ചപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആ ബാർഗനിൽ അംബേദ്കർ സംസാരിച്ചപ്പോ അതിനെതിരെ പൂർണ്ണക്കരാറ് അതിനെതിരെ ഗാന്ധി സമരം ചെയ്തു. അതിനെതിരെ പറഞ്ഞ വെളുക്കുകാലിൽ കെട്ടിക്കുറിക്കിട്ട് മരിക്കാതെ ഞാൻ സമരത്തിൽ വന്നത്. അവകാശം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ എല്ലാവർക്കും സമാനത തുല്യവരുടെ ഭാഗമായിട്ടുള്ള 88 ലക്ഷത്തിലധികം വരുന്ന രൂപയിൽ 75% പൈസ പട്ടികജാതിക്കാരുടെ ഈ ഫണ്ട് അത് പണിയുവാൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ പിൻവലിച്ചു കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്കിവിടെ പ്രസ്താവ്യമാണ്. എന്താ സ്ഥിതി? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൻപുറങ്ങളിലെല്ലാം 4 ലക്ഷം രൂപ ഉപയോഗിച്ച് പണിയുന്ന പട്ടികജാതിക്കാരൻ കിടന്നുറങ്ങുവാൻ വേണ്ടി അന്തിയുറങ്ങുവാൻ വേണ്ടി പണി കഴിപ്പിക്കുന്ന വീടുകൾ നിർമ്മാണത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പണിയിലെ അഴിമതി അന്വേഷിക്കുക, പണിയിലെ അഴിമതി അന്വേഷിക്കുക. ഞങ്ങളിലില്ല രാഷ്ട്രീയം, ഞങ്ങളിലില്ല രാഷ്ട്രീയം. അയ്യങ്കാളി അംബേദ്കർ, അയ്യങ്കാളി അംബേദ്കർ, അവരാ ഞങ്ങളുടെ നേതാക്കൾ, അവരാ ഞങ്ങളുടെ നേതാക്കൾ.
അവർ പടുത്തിയ ദീപശിഖോ അവർ കൊളുത്തിയ ദീപശിഖോ കടാതെ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കോ APMS സിന്ദാബാദ് അവകാശങ്ങൾ തന്നേ തീരോ അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ APMS സിന്ദാബാദ് APMS സിന്ദാബാദ് APMS സിന്ദാബാദ് APMS സിന്ദാബാദ് അയ്യങ്കാളി അംബേദ്കർ അവരാ നമ്മുടെ നേതാക്കൾ അവരാ നമ്മുടെ നേതാക്കൾ സമ്മതിക്കില്ല 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 സമ്മേളനത്തെ അട്ടിമറിക്കാൻ സമ്മേളനത്തെ അട്ടിമറിക്കാൻ ഞങ്ങളൊരിക്കലും സമ്മതിക്കില്ല ഞങ്ങളൊരിക്കലും സമ്മതിക്കില്ല APMS